കാലത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുമായിരുന്ന കേരളത്തിലെ അടിസ്ഥാന ജനസമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തിയ കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായ അയ്യങ്കാളി. നവോത്ഥാന കാലഘട്ടത്തെ കീഴ്മേൽ മറിച്ച കീഴാള നവോത്ഥാന സമരങ്ങളിൽ അസാധാരണവും സമാനതകളുമില്ലാത്തതുമായിരുന്നു അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയിലുള്ള യാത്ര. സഞ്ചാര സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തിയ വില്ലുവണ്ടി യാത്ര തിരുവിതാംകൂറിലെ അടിമവർഗം ഐത്തത്തിനും അടിമത്തത്തിനുമെതിരെ നടത്തിയ ആദ്യത്തെ പ്രത്യക്ഷ പ്രതിരോധമായിരുന്നു. ഈ സമരത്തിലൂടെയാണ് കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്ന വിശേഷത്തിനുടമയായ അയ്യങ്കാളി നവോത്ഥാന സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ജാതി മേധാവിത്വത്തിന്റെയും മേൽക്കൈമയുടെയും ഉരുക്കു കവചങ്ങളിൽ സുരക്ഷിതമാക്കപ്പെട്ടിരുന്ന സവർണാധിപത്യത്തെയാണ് തന്റെ 30ാമത്തെ വയസ്സിൽ അയ്യങ്കാളി വെല്ലുവിളിച്ചത്. അതിനു മുമ്പ് യാഥാസ്ഥികത്വത്തിന്റെ അടിത്തറയെ ഇതേപോലെ പിടിച്ചുലിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ജാത്യാചാരങ്ങളെ പുണർന്നിരുന്ന അക്കാലത്തെ സാമൂഹിക ഘടനയിൽ വിക്ഷേപിച്ച ഉഗ്രശക്തിയുള്ള 2 സ്ഫോടക വസ്തുക്കളായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയും അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയും. തിരുവനന്തപുരം വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിള പ്ലാന്തറ വീട്ടിൽ 1863 ആഗസ്റ്റ് 28 അയ്യന്റെയും മാലയുടെയും മകനായി ജനിച്ച കാളി കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിപ്ലവ നക്ഷത്രം തന്നെയാണ്. തന്റെ പിതാവിന്റെ ഓഹരിയായി 5 ഏക്കർ ഭൂമി ജന്മാവകാശമായി കിട്ടിയ ആളാണ് കാളി. ഈ 5 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശ ബോധം അന്നത്തെ മറ്റു പുലയരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ കാളിയെ പ്രേരിപ്പിച്ചു. തങ്ങൾക്കും വഴി നടക്കണമെന്നും തുണിയുടുക്കണമെന്നും വിദ്യാഭ്യാസം ചെയ്യണമെന്നും മനുഷ്യനായി ജീവിക്കണമെന്നും ചിന്തിച്ച അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെയും അതിനുള്ള അവബോധത്തിലേക്ക് എത്തിക്കുകയും തന്റെ 30ാമത്തെ വയസ്സിൽ 2 വെളുത്ത കാളകളെ വാങ്ങി കാളയുടെ കഴുത്തിൽ 2 മണിയും കെട്ടി ഒരു വില്ലുവണ്ടിയും വാങ്ങി അവർണ്ണന് സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിച്ച വഴികളിലൂടെ മേൽമുണ്ട് പോലും ധരിക്കാൻ പറ്റാത്ത കാലത്ത് ഒരു ഓവർകോട്ടും ധരിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടി സവർണ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രമാണിയെപ്പോലെ നാട് ചുറ്റാൻ ഇറങ്ങുകയായിരുന്നു. അയ്യങ്കാളിയുടെ കാളവണ്ടിയുടെ മണികിലുക്കം സവർണ കോട്ടകളിൽ വെള്ളിടിയായി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരവധി കലാപങ്ങൾ. ചരിത്രത്തിന്റെ ഏടുകളിൽ ചിതറിത്തെറിച്ച ദളിതന്റെ ചോര വീണ ആ കലാപങ്ങളുടെ 100 ഏരിക്കനലുകൾ ഇന്നും മണയാതെ കിടക്കുന്നു. 1911 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പിന്നീട് നീണ്ട 25 വർഷക്കാലം അദ്ദേഹത്തിന്റെ ശബ്ദം അഥവാ കേരളത്തിലെ അധകൃതന്റെ ശബ്ദം അന്ന് നിയമസഭ കൂടിയിരുന്ന ഇന്നത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ഹാൾ ആയി മാറിയ VJT ഹാളിൽ മുഴങ്ങുകയായിരുന്നു. നിയമസഭാ സാമാജികനായി തീർന്നതോടെ സഭയിൽ കയറി കുത്തിയിരുന്ന് ആനുകൂല്യങ്ങളും പറ്റി സുഖമായി ജീവിക്കുകയായിരുന്നില്ല കാളി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. സഭക്കകത്തും പുറത്തും ഒരുപോലെ സമരം നയിക്കുകയായിരുന്നു കാളി. ഐതിഹാസികമായ ഒട്ടനവധി സമരങ്ങൾ നടത്തിയപ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടും പിന്തിരിഞ്ഞു നോക്കാത്ത ധീര പുരുഷനായിരുന്നു അദ്ദേഹം. വഴിയുടെ ഉടമാവകാശത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഉടമാവകാശത്തെക്കുറിച്ചും അറിവിന്റെ ഉടമാവകാശത്തെക്കുറിച്ചുമുള്ള തർക്കവും ഉത്തരവുമാക്കി കേരളത്തിന്റെ നവോത്ഥാന അജണ്ടയെ അദ്ദേഹം മാറ്റിത്തീർത്തു. ഇന്ന് നവ ഫ്യൂഡൽ കാലത്തെ പുത്തൻ തമ്പുരാക്കന്മാർ നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും എല്ലാം നവോത്ഥാന പാരമ്പര്യത്തിന് മേൽ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് അവർ എന്തിനെയെല്ലാം പടിയടിച്ചു പിണ്ണം വെക്കാൻ ശ്രമിച്ചോ അതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ കീഴാളന്മാരെ മുൻനിർത്തി വീണ്ടും ഒരു വില്ലുവണ്ടി കെട്ടേണ്ട സാഹചര്യത്തിലൂടെയാണ് ഇന്ന് പുനരുദ്ധാന കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും സ്വാതന്ത്ര്യലബ്ധിക്കു മുമ്പും പിമ്പും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ കേരള ചരിത്രത്തിൽ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അയിത്തജാതിക്കാരുടെ അവകാശ പോരാട്ടം ആദ്യമായി സംഘടിപ്പിക്കുന്നത് അയ്യങ്കാളിയാണ്. ആദ്യത്തെ സമരവാഹനം അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയും. 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെയും കേരളീയ സമൂഹത്തിന്റെ പൊതു വ്യവഹാരങ്ങളെ ജാതി കേന്ദ്രീകൃതവും ധന കേന്ദ്രീകൃതവുമായ പൊതുഘടനയാണ് നിയന്ത്രിച്ചിരുന്നത്. തൊട്ടുകൂടാത്തവരും തൊട്ടുണ്ണാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരൊക്കെയായി മനുഷ്യർ ഓരോരോ കള്ളികളിലായിരുന്ന അക്കാലത്ത് പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉന്നത കുലജാതരെന്ന് വിശേഷിപ്പിച്ചിരുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. അയിത്ത അടിമ ജാതിക്കാർക്ക് പൊതുവഴിയിൽ ബാലകേറാമലയായിരുന്നു. ജാതി നിയമങ്ങൾ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പാക്കിയിരുന്നു. കർശനമായ ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സമുദായവും തിരുവിതാംകൂറിൽ ജീവിച്ചു പോന്നിരുന്നത്. കാൽനടയായിരുന്നു പ്രധാന സഞ്ചാരമാർഗം. നാട്ടിടവഴികളിൽ നിന്നും അക്കാലത്ത് ഉയർന്നു കേട്ടിരുന്ന ഹായ് ഹോയ് വിളികൾ കൂരമ്പുകളായിട്ടാണ് അയ്യങ്കാളിയുടെയും
കൂട്ടരുടെയും കാതുകളിൽ തറച്ചത്. തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട്, തീണ്ടൽ ജാതിക്കാരെങ്കിലും വഴിയിലുണ്ടെങ്കിൽ ഓടിയൊളിക്കുക എന്നതാണ് ആദ്യത്തെ വിളിയുടെ ഉദ്ദേശം. അടിയൻ മാറിക്കൊള്ളാമെന്നാണ് അയിത്തജാതിക്കാരുടെ മറുശബ്ദത്തിന്റെ പൊരുൾ. തീണ്ടാട്ട് അഥവാ വിളിയാട്ട് എന്നറിയപ്പെട്ടിരുന്ന അർത്ഥശൂന്യമായ ഈ ശബ്ദകോശം പതിറ്റാണ്ടുകളോളം നമ്മുടെ പൊതുവഴികളെ മുഖരിതമാക്കിയിരുന്നു. കേരള ചരിത്രത്തിൽ പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അയിത്തജാതിക്കാരുടെ അവകാശ പോരാട്ടം ആദ്യമായി സംഘടിപ്പിക്കുന്നത് അയ്യങ്കാളിയാണ്. അയിത്തജാതിക്കാരുടെ അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യവാഞ്ച അണപൊട്ടിയൊഴുകാനിടയാക്കിയ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഹീനജാതിക്കാർക്കും അർഹതപ്പെട്ട പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനമായിരുന്നു. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തതാകട്ടെ വരേണ്യ വിഭാഗങ്ങളുടെ അക്കാലത്ത് ആഡംബര വാഹനമായ വില്ലുവണ്ടിയും. അയിത്തജാതിക്കാരോടുള്ള സവർണ വിഭാഗക്കാരുടെ ദയാരഹിതവും നികൃഷ്ടവുമായ മനോഭാവത്തെ സംഘടിതവും പ്രായോഗികവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ ചെറുക്കാനാകൂ എന്ന തിരിച്ചറിവാണ് അയ്യങ്കാളിയെ വില്ലുവണ്ടി യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്ന നിലയും വിലയും ഉണ്ടായിരുന്ന സവർണ ജാതിക്കാർ മാത്രമാണ് മഹാരാജാവ് കഴിഞ്ഞാൽ അക്കാലത്ത് വില്ലുവണ്ടി ഉപയോഗിച്ചിരുന്നത്. സവർണർ ആഡംബരത്തിന്റെയും അധികാരത്തിന്റെയും ഭാഗമായി ഉപയോഗിച്ച വില്ലുവണ്ടിയെ അയ്യങ്കാളി അവകാശ സമരത്തിന്റെ അടയാളമാക്കി മാറ്റി. സവർണധികാരം വിലക്കിയ വഴികളിലൂടെ വെറുതെ സഞ്ചരിക്കുന്നതിനേക്കാൾ വില്ലുവണ്ടിയിലെ സഞ്ചാരം ഉയർത്താവുന്ന അനുരണനങ്ങൾ വലുതായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ആരോടും ഇരുന്നു വാങ്ങേണ്ടതോ ആരെങ്കിലും കൽപ്പിച്ചു തരേണ്ടതോ അല്ലെന്ന ഉറച്ച ബോധം അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ആഖ്യാനത്തിന് പ്രത്യേക ഭാഷയും ഉപകരണവും അദ്ദേഹം തിരഞ്ഞെടുത്തത്. അയിത്തജാതിക്കാർക്ക് അപ്രാപ്യമായിരുന്ന വില്ലുവണ്ടിയും തലേക്കെട്ടും എളിയിൽ തിരുകിയ കഠാരയും വെള്ളവസ്ത്രവും പ്രതിഷേധത്തിനുള്ള ഉപകരണമാക്കിയതിലൂടെ നവോത്ഥാന സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രക്ഷോഭകാരിയായി അദ്ദേഹം വേറിട്ടു നിൽക്കുന്നു.